ഹലോ ഗായ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖല്ലേ? ഇന്നത്തെ എൻ്റെ വീഡിയോ അടുക്കളയിലെ പുതുമുഖങ്ങൾക്ക് വേണ്ടിയാണ്. ജെൻസി കുട്ടികൾക്ക് വേണ്ടിയാണ്, ബാച്ചിലേഴ്സിന് വേണ്ടിയാണ്, അടുക്കളയിൽ കയറാൻ മടിയുള്ള വീട്ടമ്മമാർക്ക് വേണ്ടിയാണ്, ഗ്യാസ് ലാഭിക്കണമെന്ന് ആഗ്രഹമുള്ള എന്നാൽ കുക്കറിൽ ചോറ് വെക്കാൻ അറിയാത്ത വീട്ടമ്മമാർക്ക് വേണ്ടിയാണ്. അപ്പോൾ ദേ ഇതുപോലെ ഒരു ഗ്ലാസ് അരി എടുക്കുക. ഞാൻ സോനാ മസൂരിയാണ് എടുത്തിരിക്കുന്നത്. ഇനി സോനാ മസൂരി ഇല്ലെങ്കിൽ ഏതെങ്കിലും ബോയിൽഡ് റൈസ് എടുത്താൽ മതി. ഏറ്റവും ബെസ്റ്റ് സോനാ മസൂരിയാണ്. അതിൻ്റെ പ്രൊഡക്റ്റ് ലിങ്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ താഴെ കൊടുത്തേക്കാം. ഇനി കേരള റൈസ് അല്ലെങ്കിൽ നമ്മുടെ പുഴുങ്ങലരി മാത്രമേ കഴിക്കുള്ളൂ എന്നുള്ളവർക്ക് വേണ്ടിയിട്ട് അതെങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളത് ഞാൻ ലാസ്റ്റ് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം ഈ അരി എടുത്തിട്ട് നന്നായിട്ട് കഴുകുക. ഒരു 3 പ്രാവശ്യമെങ്കിലും മിനിമം കഴുകണം കേട്ടോ. ഇത് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു കുക്കറിലേക്ക് മാറ്റാം. ഇനി ഇത് വേവാൻ വെള്ളം ഒഴിക്കണമല്ലോ. 2 ഗ്ലാസ് വെള്ളം മാത്രമേ ഒഴിക്കാൻ പാടുള്ളൂ. 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം. അത് കുറയാനും പാടില്ല, അതിൽ കൂടാനും പാടില്ല. കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കുക്കറിൻ്റെ മുകളിൽ ആ വിസിൻ്റെ മുകളിൽ കൂടെ നിറയെ വെള്ളം വരാൻ തുടങ്ങും. കുറഞ്ഞു പോയി കഴിഞ്ഞാൽ കരിഞ്ഞു പോകും. അത് സൂക്ഷിക്കുക. യൂഷ്വലി ഇത് കുക്കാവാൻ 5 മിനിറ്റാണ് എടുക്കാറ്. പക്ഷെ ചിലപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും പോവാം. അതുകൊണ്ട് ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു ടൈമർ സെറ്റാക്കുവാണ്. 5 മിനിറ്റ് വെച്ചിട്ട് സെറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ അതിൽ കൂടുമോ കുറയോ എന്നുള്ളത്. ഗ്യാസ് ഓണാക്കിക്കൊണ്ട് നമ്മൾ ടൈമർ സ്റ്റാർട്ട് ചെയ്തിരിക്കുവാണ്. ഇനി ഈ 5 മിനിറ്റ് കൊണ്ട് നമുക്ക് പെട്ടെന്നൊരു കറി ഉണ്ടാക്കാം. വടക്കൻ കേരളത്തിലെ ആൾക്കാർ മോര് പച്ചമോരായിട്ട് അതിൽ ഇഞ്ചിയും മുളകൊക്കെ നനച്ചിട്ട് കഴിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. അവർ കാച്ചിയ മോര് കഴിക്കുന്നത് മിക്കവാറും പനിയുള്ള ദിവസങ്ങളിൽ മാത്രമായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പം ഭയങ്കര തണുപ്പ് ഉള്ള സമയങ്ങളിൽ. പക്ഷേ അവർ മിക്കവാറും പച്ചമോരാണ് പ്രിഫർ ചെയ്യുന്നത്. പക്ഷേ തെക്കൻ കേരളത്തിൽ അങ്ങനെയല്ല. അവർ മിക്കവാറും ദിവസങ്ങളിൽ അവർ കാച്ചിയ മോരുണ്ടാക്കും. മോര് കറി എന്നാണ് പറയുക. അപ്പോൾ ഞാൻ മോര് കറിയാണ് ഉണ്ടാക്കുന്നത്. കണ്ടില്ലേ, കറിവേപ്പില, കടുക്, പച്ചമുളക്, വറ്റൽമുളക്, കുഞ്ഞുള്ളി, പിന്നെ ഉലുവയും ഇതൊക്കെ ഒന്ന് വഴറ്റിയിട്ട് അതിലേക്ക് മോരൊഴിച്ച്, മോരില്ലെങ്കിൽ തൈരെടുത്ത് മിക്സിയിലിട്ടൊന്ന് കടഞ്ഞിട്ട് അതൊഴിച്ച് ഇത്തിരി മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ മോര് കറി സെറ്റ്. ഇനി പാവയ്ക്ക കൊണ്ടാട്ടം അല്ലെങ്കിൽ മുളക് കൊണ്ടാട്ടം ഉണ്ടെങ്കിൽ അതും ഇത്തിരി എണ്ണയിൽ മൂപ്പിച്ചെടുത്ത് വെച്ചാൽ ഒരു സൈഡ് ഡിഷും സെറ്റ്. പിന്നെ ഈ സമയത്ത് വേണമെങ്കിൽ ഒരു മുട്ട ഓംലേറ്റ് ഉണ്ടാക്കാം കേട്ടോ. ഞാൻ എന്തായാലും അത് ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ 5 മിനിറ്റ് ആവാറായി. നമുക്ക് നോക്കാം. കണ്ട, കറക്റ്റ് 5 മിനിറ്റ് ആയപ്പോൾ ഇത് മുകളിലേക്ക് വന്നു, ആ സേഫ്റ്റി വാൾവിൻ്റെ അവിടെ ഉള്ളത്. ഇനി നമുക്ക് നോക്കാം ഇനി എത്ര സമയം എടുക്കുന്നു. വരുവാണ്. 33, അതായത് 6 മിനിറ്റും 33 സെക്കൻഡ് ആയപ്പോൾ തന്നെ ഫസ്റ്റ് വിസിൽ വന്നു. പക്ഷേ ഞാൻ പൊതുവേ 2 വിസിൽ അടിക്കാറുണ്ട്. എനിക്ക് കുറച്ചും കൂടി നന്നായിട്ട് വന്നതാണ് ഇഷ്ടം. 1 വിസിലാണെങ്കിലും മതിയാവും. അപ്പോൾ ഞാൻ അത് ഓഫ് ചെയ്തു. ഇനി നമുക്കത് അതിൻ്റെ മുകളിലത്തെ വിസിൽ പോകുന്നത് വരെ ഇങ്ങനെ നോക്കിയിട്ട് വിസിൽ പോകുന്നത് വരെ വെയിറ്റ് ചെയ്തതിന് ശേഷം മാത്രം തുറക്കുക. തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ അരി ചോറ് റെഡിയായിരിക്കുകയാണ്. ഇത് വെള്ളം ഊറ്റും വേണ്ട, ഒന്നും വേണ്ട, നല്ല തുമ്പപ്പൂ പോലെ തന്നെ അടിപൊളി ചോറ് റെഡിയായിരിക്കുകയാണ്. എത്രയോ വർഷങ്ങളായിട്ട് ഞാനിങ്ങനെയാണ് ചോറുണ്ടാക്കുന്നത്. ഞാൻ പണ്ട് ഫുഡ് തരാത്തൊരു ഹോസ്റ്റലിൽ താമസിച്ചിരുന്നു. അപ്പോൾ ഞാൻ അന്ന് തൊട്ടിട്ട് ഞാൻ ഇങ്ങനെയാണ് ഉണ്ടാക്കാറ്. ഇത് ആക്ച്വലി എനിക്ക് എൻ്റെ റൂംമേറ്റായ ഒരു നോർത്ത് ഇന്ത്യൻ കുട്ടി പറഞ്ഞു തന്നതാണ്. അന്നത്തെ എൻ്റെ മെഷറിംഗ് കപ്പ് എന്ന് പറയുന്നത് ജാമിൻ്റെ ആ ചെറിയൊരു ഡബ്ബയാണ്. അപ്പോൾ അതിൽ 1 ഡബ്ബ എടുത്തു കഴിഞ്ഞാൽ ഒരാൾക്ക് സുഖമായിട്ട് കഴിക്കാം. ഇനി കേരള റൈസ് ഉണ്ടാക്കുവാണെങ്കിൽ 2 ഗ്ലാസ് വെള്ളം മതിയാവില്ല, അതിന് നല്ല വേവുണ്ട്. അപ്പം നിറയെ ആ ഹാൻഡിലിൻ്റെ അവിടെ ഒരു സ്ക്രൂ കാണില്ലേ കുക്കറിൻ്റെ, അവിടെ വരെ വെള്ളം ഒഴിക്കണം. എന്നിട്ട് 3 മുതൽ 5 വരെ വിസിൽ വേണം. അത് കാരണം പുഴുങ്ങലരിയുടെ വേവ് വ്യത്യാസമായിരിക്കും. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ.